ബിഗ് ടിവിക്ക് എന്താണ് സംഭവിച്ചത്? ഒരുപാട് ചാനലുകൾ, പ്രമുഖ ചാനലുകളൊക്കെ മലയാളത്തിലുണ്ട്. അതിൽ നിന്നൊക്കെ വേറിട്ട് അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർ ആഗ്രഹിച്ച ഒരു ചാനൽ കൂടിയായിരുന്നു അത്. കാരണം എന്താകും പുതുമ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനലായി അത് പ്രത്യേകിച്ച് അനിൽ ഐരൂർ എന്ന് പറയുന്ന ആള് 24 റിപ്പോർട്ടറിലൊക്കെ ഇരുന്ന് അതിനെ മികച്ച നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാട് വളരെ വലുതായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബിഗ് ടിവി ഒരു നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ബിഗ് ടിവി മാറും എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും കരുതിയത്. പക്ഷേ എവിടെയാണ് ബിഗ് ടിവിക്ക് അടി പതറിയത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ വാർത്താ ചാനലുകളിലെ ഒരു പെൺ സിംഹമായൊക്കെയാണ് സുജയ പാർവതി അറിയപ്പെടുന്നത്. പലരും അവരെ സംഗണി എന്നൊക്കെ വിളിക്കും, ചാണക സംഖ്യ എന്നൊക്കെ വിളിച്ച് പലതരത്തിൽ അവരെ അപമാനിക്കാനൊക്കെ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നിലപാടുകൾ വ്യക്തമായി പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജയ പാർവതി റിപ്പോർട്ടർ വിട്ട് 10 ലക്ഷം വരെയാണ് സുജയ പാർവതിയുടെ സാലറി എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. അപ്പോ അത്തരത്തിൽ സുജയ പാർവതി റിപ്പോർട്ടർ ചാനൽ വിട്ട് ബിഗ് ടിവിയിലേക്ക് വരുന്നു. ബിഗ് ടിവിയിൽ സുജയ പാർവതിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട് സുജയ പാർവതിക്കൊപ്പം ജോലി ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ പല മാധ്യമ മേഖലകളിൽ നിന്ന് 24-ൽ നിന്ന്, റിപ്പോർട്ടറിൽ നിന്ന്, ഒരുപാട് ചാനലുകളിൽ നിന്ന് പല ആളുകൾ അവർക്കൊപ്പം ചേർന്നു. ചീഫ് എഡിറ്ററായിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്റർ കൂടിയായിരുന്നു സുജയ പാർവതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോ സുജയ പാർവതി വന്നതിന് ശേഷം എന്താണ് ബിഗ് ടിവിക്ക് സംഭവിച്ച മാറ്റം? ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല. മറ്റ് ചാനലുകളിലൊക്കെ പോലെ തന്നെയാണ്. ഇപ്പോ ഏഷ്യനെറ്റ് കാണുമ്പോൾ നമുക്കൊരു പല ചാനലുകൾ വന്നാലും ഏഷ്യനെറ്റ് മാറ്റാത്ത അല്ലെങ്കിൽ ആ ചാനൽ മാത്രം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ റിപ്പോർട്ടർ ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ട്, 24 കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ അവിടെ തന്നെ അങ്ങ് സ്റ്റക്ക് അടിച്ച് നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒരു പുതുമ വന്നാൽ മറ്റൊന്നിലേക്ക് മാറും. പക്ഷെ ബിഗ് ടിവിയെ സംബന്ധിച്ച് ഒരു പുതുമയും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്വാഭാവികമായി എല്ലാ ചാനലുകളും ചെയ്യുന്നത് പോലെയാണ്. പലരും പറയുന്നത് പോലെ ക്ലാരിറ്റി ഇല്ല, പിന്നെ ദൂരദർശൻ വാർത്തകളെ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പല കമന്റുകൾ, മോശം കമന്റുകളൊക്കെ പലരും ഇടുന്നുണ്ട്. ചിലർ പറയുന്നു ആന്റോ അഗസ്റ്റിനും അരുൺകുമാറും ഒക്കെ ഉള്ളിടത്ത് മാത്രമേ അനിൽ അയ്യൂരിന് അധികത്തിന്റെ മാജിക് കാണിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ പോലെയുള്ള ഒരു ലെജൻഡ്, മാധ്യമ പ്രവർത്തനത്തിൽ ഒരു ലെജൻഡ് ഉള്ളിടത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ മാജിക് കാണിക്കാൻ കഴിയൂ എന്നൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു മാജിക് നമ്മൾ ബിഗ് ടിവിയിൽ കണ്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സുജയ പാർവതിയുടെ മേക്കപ്പുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് മേക്കപ്പ് ഭയങ്കര സംഭവമാണെന്നൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. കഴിവുണ്ടെങ്കിൽ എവിടെയും നമുക്ക് പിന്നെ കയറി ചെല്ലാം. ഏതിടോ ഈ ഒരു ഗോഡ് ഫാദർ ഒന്നും ഇല്ലാത്തവര് ഒന്നും ഒരുപക്ഷെ ചിലപ്പോൾ ഒരിടവും എത്തപ്പെടില്ല ആയിരിക്കാം. പക്ഷേ അത്തരത്തിലല്ലാത്തവരൊക്കെ, പിന്നെ സൗന്ദര്യത്തിന്റെ പേരിൽ അല്ലാത്തവരൊക്കെ എവിടെയെങ്കിലും ഇപ്പൊ പലരും ചോദിക്കും, ഏതെങ്കിലും വാർത്താ ചാനലിൽ, ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടതാണ്, ഏതെങ്കിലും വാർത്താ ചാനലിൽ ഈ നിറം മങ്ങി ആരെങ്കിലും പിന്നെ അല്ലെങ്കിൽ കുറച്ച് കറുത്ത നിറമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും വാർത്ത വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. അതൊക്കെ ഒരു ചാനൽ മാനേജ്മെന്റിന്റെ നിലപാട്. കാരണം അവരെ വെളുപ്പിക്കാനൊക്കെ ഇപ്പൊ മേക്കപ്പുകൾ അത്ഭുതം സൃഷ്ടിക്കും എന്നൊക്കെ പറയുന്നത് പോലെയാണ്. സുജയ പാർവതി കഴിഞ്ഞ ദിവസം അവർ പറയുകയാണ്, അവര് മികച്ച വാർത്താ അവതാരകയാണ്, നന്നായിട്ട് ഡിബേറ്റ് അവതരിപ്പിക്കും, നന്നായിട്ട് വാർത്തകൾ കൈകാര്യം ചെയ്യും, പഠിച്ച് കൃത്യമായി പറഞ്ഞ് വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒരു മികച്ച മാധ്യമ പ്രവർത്തകയാണ് സുജയ പാർവതി. പൈസ നോക്കിയാണോ അല്ലെങ്കിൽ തനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടാകും എന്ന് കരുതിയിട്ടാകും ഒരുപക്ഷെ അവർ ബിഗ് ടിവിയിലേക്ക് വന്നത്. എന്തായാലും അവർ ബിഗ് ടിവിയിലേക്ക് എത്തി. മറ്റു മാധ്യമ പ്രവർത്തകരെ കുറിച്ചൊന്നും ഇപ്പൊ വേണു ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് മികച്ച, ഞാൻ മാധ്യമ പ്രവർത്തകയായതിനു ശേഷം നികേഷ് സാറിനപ്പുറം ഞാൻ കണ്ട 1-2 മാധ്യമ പ്രവർത്തകർ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തനാണ് വേണു ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ സ്ത്രീ വിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം തൽക്കാലത്തേക്ക്. പക്ഷേ നന്നായി വായിക്കുന്ന, ആശയങ്ങൾ കൃത്യമായി പറയുന്ന, കാര്യങ്ങൾ വ്യക്തതയോടെ കൃത്യമായി പറയുന്ന, ഒരുപക്ഷെ സുജയ പാർവതിയേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകൻ തന്നെയാകും വേണു ബാലകൃഷ്ണൻ. അതിൽ ഒരു പടിയല്ല, ഒരു 10 പടി നമുക്ക് വേണമെങ്കിൽ വെക്കാം. അത്രത്തോളം കഴിവുള്ള ഒരു മികച്ച ആൾ തന്നെയാണ് വേണു ബാലകൃഷ്ണൻ. അതിന് നമുക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്തിയ. അപ്പൊ അത്തരത്തിൽ കഴിവുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെ 1-2 മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ട് എന്നത് ഒഴിച്ചാൽ ബിഗ് ടിവിക്ക് മറ്റ് സംഭവ വികാസങ്ങളൊന്നും തകർക്കാനോ തീർക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവർക്ക് യാഥാർത്ഥ്യം.
എന്തായാലും സുജയ പാർവതി കഴിഞ്ഞ ദിവസം അവരുടെ ഒരു മേക്കപ്പ് ശരിയല്ല, ഞാൻ വെള്ളത്തിൽ വീണ എലിയെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല നെഗറ്റീവ് കമന്റുകളും ഒക്കെ അവർ തന്നെ വായിക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു മികച്ച മാധ്യമ പ്രവർത്തകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചും അറിഞ്ഞും പറഞ്ഞും നിങ്ങൾക്ക് ഒരുപാട് മാധ്യമ രംഗത്ത് കഴിവുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ കറുത്തിരിക്കുന്നു വെളുത്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ആരും നോക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും അതൊക്കെ നിങ്ങൾ വെളുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുമെന്നോ നിങ്ങൾ കറുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കുറയുമെന്നോ ഒന്നും ഇവിടെ ആരും ഇതുവരെ ആരും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് കഴിവുണ്ട്. ആ കഴിവ് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചപ്പോഴാണ് ജനങ്ങൾ നിങ്ങളെ നെഞ്ചോട് ചേർത്തത്. നിങ്ങളോട് അത്രയും ഇഷ്ടം ആളുകൾക്ക് തോന്നിയത് നിങ്ങളുടെ കഴിവ് കണ്ടിട്ടാണ്. നിങ്ങളുടെ മാധ്യമ പ്രവർത്തന രംഗത്തെ നിങ്ങളുടെ കഴിവ് കണ്ടിട്ടാണ് നിങ്ങളെ എല്ലാവരും നെഞ്ചിലേറ്റിയത്, നിങ്ങളെ എല്ലാവരും ചേർത്ത് നിർത്തിയത്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളോടൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളോട് സംസാരിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാകുന്നത് സുജയ പാർവതി എന്ന് പറയുന്ന വ്യക്തി ഐശ്വര്യ റോയെ പോലെ ഇരിക്കുന്നെന്നോ അല്ലെങ്കിൽ ലക്ഷ്മിക മന്ദാനെ പോലെ ഇരിക്കുന്നെന്നോ അല്ലെങ്കിൽ കത്രീന കൈഫിനെ പോലെ ഇരിക്കുന്നെന്നോ പറഞ്ഞിട്ടല്ല, നിങ്ങളുടെ കഴിവ് മാത്രം ബേസ് ചെയ്താണ്. അത് എന്തുകൊണ്ടാണ് സുജയ പാർവതി ഇന്നലെ മറന്നുപോയത് എന്നുള്ളതാണ്. എൻ്റെ സ്കിൻ ടോൺ മേക്കപ്പ് ചെയ്ത ആളിന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എങ്ങനെയാവട്ടെ, നിങ്ങൾ ഏത് സ്കിൻ ടോണിലോ ഇരുന്നോട്ടെ, അത് ഇവിടുത്തെ വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ എന്ത് പറയുന്നു അത് നിങ്ങൾ പറയുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? അങ്ങനെ എത്തുന്നുണ്ട് എന്നുള്ളതിന് 100% ഉത്തരമാണ് റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന സമയത്ത് സുജയ പാർവതി കിട്ടിയ ഫാൻസ് എന്ന് പറയുന്നത്. അതിന്ന് പുറത്തിറങ്ങിയപ്പോഴും സുജയ പാർവതി കിട്ടിയ ഫാൻസ് ഇതാണ്. ഇന്നലെ ഒരു മാധ്യമപ്രവർത്തക എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഇത് അവരുടെ സ്ട്രാറ്റജിയാണ്. അതായത് വാർത്ത ആളുകളിലേക്ക് എത്തുന്നില്ല, അവരുടെ ചാനൽ ആളുകളിലേക്ക് എത്തുന്നില്ല, അത് എത്തിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം കാണിച്ച ഒരു സ്ട്രാറ്റജിയാണത്. അതിലൂടെ കുറെ ട്രോളുകൾ കിട്ടണം, കുറെ വൈറൽ ആകണം, അങ്ങനെ ഇതേത് ചാനലാണെന്ന് കാണാൻ ആളുകൾ ഇടിച്ചു കയറും. അതിനു വേണ്ടിയിട്ട് അവർ വെറും തറ വേല കാണിച്ചതാണ് ഇന്നലത്തെ എന്നുള്ളത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ തറ വേലയൊക്കെ കാണിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന ഒരാളല്ല സുജയ പാർവതി എന്ന് പറയുന്നത്. സുജയ പാർവതിയെ അവർ മാധ്യമമായി ഇപ്പൊ ഏഷ്യനെറ്റിൽ ഇരുന്നപ്പോഴും 24-ൽ ഇരുന്നപ്പോഴും റിപ്പോർട്ടറിൽ ഇരുന്നപ്പോഴും ജീവൻ ടിവിയിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവരെ കുറിച്ച് നമ്മളോട് തന്നെ ഒരുപാട് നല്ല കഴിവുള്ള ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയാണ് എന്ന് കൃത്യമായി ആളുകൾ പലപ്പോഴും നമ്മളോട് പറഞ്ഞ് അവരുടെ വാർത്തകൾ, അവരുടെ റീലുകൾ, അവർ വൈറലാക്കിയ റീലുകളൊക്കെ പലപ്പോഴും കണ്ട് അതിൽ നിന്ന് ഒരുപാട് കണ്ടന്റുകൾ ഒരുപാട് ആളുകൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ സുജയ പാർവതി വിചാരിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും സുജയ പാർവതിയുടെ നിറത്തെയോ സുജയ പാർവതിയുടെ ഭംഗിയെയോ സുജയ പാർവതി ഇട്ടിരിക്കുന്ന സാരിയോ ചുരിദാറോ സുജയ പാർവതിയുടെ പിന്നെ ഫാമിലിയെ നോക്കിയിട്ട് ഒന്നുമല്ല സുജയ പാർവതിയുടെ വാർത്തകൾ ജനങ്ങൾ കാണുന്നതും സുജയ പാർവതി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയെ നെഞ്ചിലേറ്റിയതും നിങ്ങളുടെ കഴിവ് കണ്ടിട്ടാണ്. നിങ്ങളിലുള്ള കഴിവ് കണ്ടിട്ടാണ് ഈ അനിൽ അയ്യൂർ എന്ന് പറയുന്ന ഈ ബിഗ് ടിവിയുടെ അമരക്കാരനും നിങ്ങളെ 10 ലക്ഷമോ എത്രയോ, അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയ ശമ്പളമാണ്. നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ കഴിവ് കണ്ടിട്ടാണ്, നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് കണ്ടിട്ടല്ല, നിങ്ങളുടെ മേക്കപ്പ് കണ്ടിട്ടല്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക്, മാധ്യമ പ്രവർത്തകർക്ക് ആളുകളെ കയ്യിലെടുക്കാൻ കഴിവുണ്ട്, കൃത്യമായി പഠിച്ച കാര്യങ്ങൾ പറയാൻ കഴിവുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ്. അതുകൊണ്ട് സുജയ പാർവതി വെളുത്തിരിക്കുന്നത് കറുത്തിരിക്കുന്നത് ഇവിടുത്തെ വിഷയമല്ല. സുജയ പാർവതി എന്ത് പറയുന്നു എന്നതിലാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഈ ബോഡി ഷേമിങ്ങിനെ സുജയ പാർവതി പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാൻ.